ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ബ്ലോക്സ് ടെയിലർ അപ്ഡേറ്റ് ഇറങ്ങിയിരിക്കുകയാണ് അവസാനം. അപ്പം അപ്ഡേറ്റ് ഒക്കെ ഓക്കെ, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയായിരിക്കും, പെയിൻ റീവർക്ക് ഇല്ല. അതൊരു വിഷമമുള്ള കാര്യമാണെന്ന് അറിയാം. പക്ഷെ റംബിള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റംബിൾ അപ്ഡേറ്റ് നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ഗൂഗിൾ നമ്മുടെ റംബിൾ അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ അപ്ഡേറ്റിനെ വെട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഉറപ്പാണ്. അപ്ഡേറ്റ് ഞാൻ രണ്ടും കണ്ടില്ല കേട്ടോ. അപ്ഡേറ്റ് ന്യൂസ് ഇത് രണ്ടും ഞാൻ കണ്ടില്ല. ഞാനൊരു ട്രെയിലർ കണ്ടില്ല, പക്ഷെ ഷോർട്സ് പോലെ ചെറുതായിട്ട് കണ്ടായിരുന്നു ഞാൻ. സീനാണല്ലോ. ഹലോ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കുന്നേ? Kellogg's Muesli, 12 grains, fruits, nuts and seeds ന്റെ എനർജിയുള്ള എന്റെ പവർ ബ്രേക്ക്ഫാസ്റ്റ്. Kellogg's Muesli. അപ്പോൾ നിങ്ങൾ കഴിച്ചോ പവർ ബ്രേക്ക്ഫാസ്റ്റ്? I love Roblox, but I don't have money to spend on Robux. Good thing I have എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടല്ലോ. ഓക്കെ, അതിന് പേര് വന്ന് ജുജുവോ, ഫോൾട്ടിൻ ഉണ്ട്, വിന്റർ ക്ലൗഡ്സ്, എല്ലാ യൂട്യൂബറിനും കേട്ടോ അവിടെ. ബ്ലോഗ്സ് അവസാനം എല്ലാ യൂട്യൂബറിനെ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഉറപ്പിച്ച്. അവർ നന്നായിട്ടാ, അവർ നന്നായി. അപ്പം ഇതാണെന്ന് തോന്നുന്നു പെയിൻ, ഇതാണെന്ന് തോന്നുന്നു. ഞാൻ അപ്ഡേറ്റിൽ ജസ്റ്റ് അത് മുമ്പത്തെ അപ്ഡേറ്റ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു തണ്ടർസ്റ്റോം അതിൻ്റെ ഒരു പുതിയ എബിലിറ്റി ആയിരിക്കും. നമുക്ക് നോക്കാം, പുതിയ എബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നണേ. പെയിന്റ് ഒരു കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റീവർക്ക് കുറെ നേരം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് റീവർക്ക് കൂടുതൽ നേരം എടുക്കാണ്ട് ചെയ്യാൻ വേണ്ടിയാണ് തോന്നുന്നുണ്ട്. അല്ലാണ്ട് പിന്നെ അവർക്ക് നേരത്തെ പെയിൻ തഗ് ലൈഫ് ഓർബ് ഉണ്ടാക്കണ, ഉറപ്പ് ഞാൻ സത്യം ഉറപ്പിച്ച് ഞാൻ പറഞ്ഞത്, ഓർബ് ഉണ്ടാക്കണ ഒരു ഉറപ്പായിട്ടുണ്ടാവണം. അതൊക്കെ ഷോർട്ട് ഗോറിലാക്കി പറഞ്ഞില്ലേ റംബിളായിട്ട് ഓർത്തോളൂ. നമ്മളെ വീട്ടിൽ തട്ടിക്കറിച്ചിട്ടാ Fishing section.
fully explained, so get your rods ready because fishing season is officially open. From there, I'll break down the brand new crafting and potion system, and to wrap it all up, we've got the long-awaited summer gacha and the lightning event. Two absolute bangers you don't want to miss. Let's get straight to it. എന്നുവെച്ചാല് ഇനി നമുക്ക് ടോക്കൺ ഇല്ലാതെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല. സമ്മർ ഇവന്റ് വരും എന്ന് വെച്ചാല് പറയണെങ്കിൽ പൈസ നമ്മളൊക്കെ മുമ്പ് ഇപ്പൊ പൈസ യൂസ് ചെയ്ത് നമ്മൾ റോൾ ചെയ്യാറ്, ബെല്ലി യൂസ് റോൾ ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇനി NPC എന്ന് വെച്ചാൽ NPCകൾക്ക് ഇങ്ങനെ ഷോക്ക് പോലെ അവരെ മേത്തുണ്ടാവും. അപ്പൊ അവരെ കൊല്ലുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടും. അപ്പൊ ആ ടോക്കൺ വെച്ചാണ് നമ്മൾ ഇന്ന് സമ്മർ ഗാച്ച് എടുത്ത് റോൾ ചെയ്യുമ്പോൾ ഉറപ്പാണ് മിത്തിക്കൽ ചാൻസ്. Let me show you why this new lightning rework is actually insane. First off, orb charges are the core of the entire kit. You build them by landing in ones, and the orbs also regenerate passively. The more you have generated, the more attacks you're able to throw out. Alright, so now let's get into the moves. The first one is a Z skill, which has 3 different versions. And every single one has a purpose. And I'm gonna call them Z1, Z2, and Z3. Alright, the first one is gonna be Z1, which costs 1 orb. It's a fast projectile that explodes on contact. It's great for quick pressure and poking at range. Alright, and now we have the second one, which is Z2. It also uses 1 orb. You just have to hold it a second longer, but instead of just damage, it pulls the enemy in and it stuns them briefly. It's perfect for setting up combos or catching opponents that are trying to escape. Alright, and then we have the Z3, which costs 2 orbs to use. It launches you forward and sends out an electrified dragon that explodes on impact. It's really fast, it hits hard, and covers a lot of space. But it also has a hidden ability. If you're close enough, it turns into a grab that unleashes a full combo on your opponent. It's aggressive, flashy, and super satisfying when it lands. Next up, we have the X move, and this one's cold. It creates storm clouds similar to the old version of the fruit. They stay up, they linger, and they're not just for show. These things are the setup for some of the nastiest interactions in the kit. So, guys, ഈ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ഫുള്ള് കാണിക്കുന്നതാണ്. ഇപ്പം നമുക്ക് കുറച്ച് നിർത്തേണ്ടി വരും, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഗായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ആയിട്ട് അടിയിലടിക്കാൻ ഒന്ന് അടിച്ച് നോക്ക്. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ബ്ലാക്ക് കളർ ആക്കാൻ പറ്റും. വെള്ള കളർ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ പറ്റുകയാണെങ്കിലും ആ ഒരു വെള്ള കളർ സബ്സ്ക്രൈബേഴ്സ് പറ്റുകയാണെങ്കിൽ ബ്ലാക്ക് ആക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് സബ്സ്ക്രൈബ് ഇല്ല. ഓക്കെ, എല്ലാ ഗൈസ് ബൈ.